കണ്ണീരണിഞ്ഞ അനേകരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു നൽകുന്ന ശുശ്രൂഷകൾ നിർവഹിക്കുന്ന വൈദികർ. നവയുഗത്തിലെ സങ്കീർണമായ വെല്ലുവിളികളെ നേരിട്ട് സഭയ്ക്കും സമൂഹത്തിനും നന്മ നൽകുന്ന ക്രിസ്തുവിൻ്റെ മണമുള്ള വൈദികർ. ഇത് മദ്യപാനികളെയും വിവിധതരം ലഹരിക്ക് അടിമയായവരെയും പുതുജീവിതത്തിലേക്ക് കൈപിടിച്ചു നയിക്കാനായി തൃശൂർ അതിരൂപതയുടെ കീഴിൽ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന നെസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ഫാദർ ടിജോ ജോയി മുല്ലക്കര. ലഹരിയുടെ ഇരുട്ടിൽ നിന്നും സമാധാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് അനേകം കുടുംബങ്ങളെ നയിക്കുന്ന ഈ സ്ഥാപനത്തിലെ പ്രേക്ഷിത ശുശ്രൂഷകളെക്കുറിച്ചും ഇതിനായി അഭിഷേകം ചെയ്യുന്ന ദൈവാത്മാവിൻ്റെ കരുതലിനെക്കുറിച്ചും ടിജോ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഒരു മനുഷ്യൻ ഏതൊക്കെ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്നോ അവിടെയൊക്കെ അവരുടെ കൂടെ ഒരു വൈദികനോ സന്യാസിനിയോ ഒക്കെ താങ്ങായി തണലായി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഡിവൈൻ കോളിലൂടെ. സ്വാഗതം ഡിവൈൻ കോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. നമ്മളോടൊപ്പം തൃശ്ശൂർ അതിരൂപതയിലെ വൈദികനായ തൃശ്ശൂർ അതിരൂപതയുടെ ഡി അഡിക്ഷൻ സെൻ്ററായ നെസ്റ്റിൻ്റെ ഡയറക്ടറായ ടിജോ അച്ഛൻ തുടരുകയാണ്. അച്ഛാ, ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ ഒരു വൈദിക ജീവിതത്തിലേക്കുള്ള കടന്നുവരവിനെ പറ്റിയും കുടുംബത്തെ പറ്റിയും ഇപ്പോഴായിരിക്കുന്ന ശുശ്രൂഷമേലെ പറ്റിയൊക്കെ പറഞ്ഞു വരികയായിരുന്നു. നെസ്റ്റിലാണ് അച്ഛനായിരിക്കുന്നത്. എന്താണ് അച്ഛൻ നെസ്റ്റിൻ്റെ ശുശ്രൂഷകൾ എന്നൊക്കെ ഒന്ന് പറയാമോ? നെസ്റ്റിൽ മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള എല്ലാത്തരം അഡിക്ഷനിലും പെട്ടിരിക്കുന്ന മക്കളെ അവർക്കൊരു സ്ഥലമുണ്ട്, ഒരിടമുണ്ട്, അവർക്ക് പുതിയ ജീവിതം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. രക്ഷപ്പെടാനായിട്ടുള്ള മാർഗങ്ങളൊന്നും അടഞ്ഞു പോയിട്ടില്ല. നിനക്ക് ഇനിയും രക്ഷപ്പെടാം. ചില ആൾക്കാർ ചോദിക്കും, എനിക്ക് രക്ഷയുണ്ടോ? ഇപ്പം 2 ആഴ്ച മുമ്പ് ഒരു മകൻ നെസ്റ്റിൽ വന്നിട്ട് അവൻ കരഞ്ഞത് ഇങ്ങനെയാണ്. എന്നെ കണ്ടിട്ട് അവൻ കരയാ, അച്ഛാ ഞാൻ രക്ഷപ്പെടുമോ, അച്ഛോ ഞാൻ രക്ഷപ്പെടുമോ? എപ്പോഴൊക്കെ ഞാനൊരു കെട്ടിപ്പിടിച്ചവനെ, നീ രക്ഷപ്പെടണം മോനെ. മദ്യപിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, എങ്കിലും അവൻ്റെ മനസ്സിലാ ഓർമ്മയുണ്ട് ഇപ്പോഴും, ഞാൻ രക്ഷപ്പെടുമോ അച്ഛാ. എന്നിട്ട് ബോധം പോയിട്ട് അവൻ കണ്ണ് തുറന്നു കഴിഞ്ഞിട്ട് ഞാൻ അടുത്തിരിക്കണം അവൻ വീണ്ടും എഴുന്നേറ്റ് ചോദിക്കുന്നത് ഇതാ, അച്ഛാ ഞാൻ രക്ഷപ്പെടുമോ, എനിക്ക് രക്ഷയുണ്ടാവോ, നിനക്ക് രക്ഷയുണ്ടാവും. അങ്ങനെ ഒരു ഇടം ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അങ്ങനെ മക്കൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരാനും രക്ഷപ്പെടാനും സാധിക്കും എന്ന് ഉറപ്പ് കൊടുത്ത് അവരെ കയറ്റിവിടാനായിട്ട് അതിലേക്ക് നയിക്കാനായിട്ടുള്ള ഒരു ഇടമാണ്, ഒരു ശുശ്രൂഷയാണ്. അച്ഛൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ ഇവർ താമസിച്ച് ഏകദേശം 1 മാസത്തോളം താമസിച്ചാണ് ആൾക്കാർ ശുശ്രൂഷ കൂടുകയും അവർ പഴയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് അല്ല ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ നടത്തുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് സങ്കീർണതകളുണ്ട് അല്ലേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അച്ഛൻ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സഹോദരങ്ങളും കടന്നു വരുന്നത് ഭയങ്കര ക്രൈസിസിൽ നിന്നാണ്. അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മേഖലയൊക്കെ തകർന്നിരിപ്പണുണ്ടാവും മദ്യം കാരണം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ആണെന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നുണ്ടാവും. അവർ ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും. ചില സഹോദരങ്ങൾ വന്നിട്ട് അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് പറയും, ഒന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു അച്ചോ, ഒന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. അയാൾ മാത്രമല്ല, ബൈസ്റ്റാൻഡറായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കും ഉറക്കം നഷ്ടപ്പെട്ടിട്ട് വലിയ ക്രൈസിസിലും ബുദ്ധിമുട്ടിലും കഴിയുന്ന ആളുകളാണ് ഈ ശുശ്രൂഷയ്ക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അതിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പം അച്ഛാ എവിടെയെങ്കിലുമൊക്കെ അച്ഛന് ഈ ഒരു ശുശ്രൂഷയിലായിരുന്നത് കൊണ്ട് അച്ഛന് കിട്ടിയ ആനന്ദം ഉണ്ടായിരിക്കും അല്ലേ? ഏതെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഓർക്കുമ്പം ഞാൻ ഇവിടെ അല്ലെങ്കിൽ സാധാരണ ഇടവകയ്ക്ക് അപ്പുറത്ത് ഞാൻ ഇവിടെ ആയിരുന്നത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഒരുപാട് സന്തോഷങ്ങളുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ഛൻ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഒരു മകൻ, അവൻ 5 ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് നെസ്റ്റിലേക്ക് വരണത്. അവൻ്റെ അപ്പയും അമ്മയാണ് അവനെ കൊണ്ടുവരുന്നത്. എന്തോരം പ്രായമുള്ള ആളാണ്? ഞാൻ പ്രായമൊക്കെ തെറ്റിച്ച് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികളെ പറ്റിയിട്ട് പിന്നെ അറിയണ്ടല്ലോ.
ഒരു യുവാവാണ് വരണത്. അവൻ്റെ അപ്പയും അമ്മയെ കൊണ്ടുവരുന്നത്. അങ്ങ് കാസർഗോഡ് നിന്ന് വരുന്നെന്ന് വിചാരിക്കുക, എനിക്ക് സ്ഥലമൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുക. അവനെ കൊണ്ടുവരുമ്പോൾ അവന് ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്നുമില്ല. അവൻ അപ്പനെ കാണുമ്പോൾ അവനെ അടിക്കാൻ പോവാണ് അപ്പനെ. അമ്മേനെ ഞാൻ വിചാരിച്ചു അമ്മേനെ കാണുമ്പോഴെങ്കിലും കുറച്ച് ബഹുമാനം കാണുമെന്ന് വിചാരിച്ചിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്യണ സമയത്ത് ഞാൻ അമ്മേനെ വിളിച്ചു, അമ്മ ഒന്ന് സൈൻ ചെയ്യാനായിട്ട്. അമ്മ വന്നപ്പോൾ അമ്മയുടെ അടുത്ത് ഇവൻ പറഞ്ഞത് ഓൾറെഡി എന്ന് പറഞ്ഞിട്ട് അമ്മേനെ. എനിക്കത് സഹിക്കണില്ലേ, കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരമ്മയ്ക്കും അപ്പയ്ക്കും എങ്ങനെ, അതാണ് അവരുടെ ക്രൈസിസ്. ഇതിൽ നിന്നൊരു മകനാണ് നമ്മുടെ അടുത്തേക്ക് വരണത്. അവൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് അവൻ പറഞ്ഞു, അച്ചോ ഞാൻ 5-6 ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ടുള്ള ആളാണ്. പോയതിൻ്റെ പിറ്റേ ദിവസം, ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം അച്ഛാ ഞാൻ കുടിക്കും. പിന്നെ അച്ഛൻ എന്തിനാ വെറുതെ എന്നെ വിട്ടിരുന്നത്? പക്ഷേ അച്ഛന് ഞാനൊരു ഓപ്ഷൻ തരാം. അച്ഛൻ എന്നെ ഇന്ന് വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുടിക്കില്ല. 3 ദിവസമായിട്ടുള്ള എന്നെ പ്രലോഭിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നിൻ്റെ കുടി നിർത്തുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം, ജീവിതം നവീകരിക്കാൻ നിന്നെ സഹായിക്കുക എന്നുള്ളതാണ്. നീ ഇപ്പോൾ അച്ഛനെ എടുത്ത് നീ ഒരു ചെറിയൊരു ഭീഷണി അച്ഛൻ്റെ അടുത്ത്, എല്ലാ ഷുഗർ കോട്ടഡ് ഭീഷണി എന്നൊക്കെ പറയും നമ്മളതിനെ, വളരെ മനോഹരമായിട്ടുള്ള സാധനം പൊതിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഭീഷണി. വേണമെങ്കിൽ അച്ഛൻ എന്നെ ഇന്ന് വിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അച്ഛാ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അടിക്കും, അച്ഛനാണ് ഉത്തരവാദി, മനസ്സിലായോ അച്ഛാ എന്ന് അവൻ ഡയറക്റ്റ്ലി പറയണില്ല. ഭയങ്കര ഭംഗിയായിട്ട് ആ കാര്യം അവൻ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ പറഞ്ഞു മോനെ അതല്ല അച്ഛൻ്റെ ലക്ഷ്യം. പറഞ്ഞു അച്ഛാ ഞാൻ കഴിച്ചിരിക്കും, പിന്നെ അച്ഛൻ എന്നെ നന്നാക്കാനും വിശദീകരിക്കാനൊന്നും നോക്കണ്ട, പറ്റില്ല. ഇതാണ് അവൻ്റെ മനസ്സായിരുന്നത്. ഞാൻ എന്നിട്ട് ഞാൻ ഇവന് വേണ്ടി അന്ന് തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈ മകന് വേണ്ടിയിട്ട്. കർത്താവേ ഇത്രയും വാശി പിടിച്ചൊരു മോനുണ്ട്, എൻ്റെ മോനല്ലേ ഈശോയെ, ഇവനെ സുഖപ്പെടുത്തണേ കർത്താവേ, ഇവൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ കർത്താവ്. സഹോദരങ്ങളെ, എൻ്റെ സുഹൃത്തായിട്ടുള്ള അച്ഛൻ ബഹുമാനയുടെ സജു വടക്കേത്തല അച്ഛൻ, ബഹുമാനയുടെ സിസ്റ്റർ ഡാഫിനി, ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ധ്യാനം നടത്തുകയാണ്. അപ്പോൾ ബഹുമാനയുടെ സജു അച്ഛനാണ് ആരാധന നടത്തുന്നത്, ബഹുമാനയുടെ സിസ്റ്റർ ഡാഫിനിയും. അവരൊരുമിച്ചിരുന്ന് ആരാധന നടത്താം. അപ്പം ഞാൻ ജനങ്ങളുടെ ഭാഗത്തിരുന്ന് ഞാൻ മുട്ടുകുത്തിയിരിക്കുന്നുണ്ട്. ധ്യാനത്തിൻ്റെ ഒരു 4ാമത്തെ ദിവസം, ഈ ക്യാമ്പും ധ്യാനമൊക്കെ ആയിട്ട് 4ാമത്തെ ദിവസം നടക്കുക. അപ്പോൾ ഞങ്ങൾ ആരാധനയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ആരാധനയുടെ സമയത്ത് ഞാൻ ബാക്കിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കാം. അപ്പം ഞാൻ വെച്ചു കർത്താവ് എന്താ കരയണേന്ന് അറിയില്ലല്ലോ. ഞാൻ പതുക്കെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ സഹോദരനാണ് ഇരുന്ന് കരയണത്. എന്നിട്ട് ഈ ആരാധനയൊക്കെ കഴിഞ്ഞ് ബഹുമാനയുടെ അച്ഛൻ നടത്തിയ ആരാധന കഴിഞ്ഞ്, സിസ്റ്റർ നടത്തിയ ആരാധനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നീന്ന് വന്നിട്ട് എന്നെ പിടിച്ചിട്ട് പറയും, അച്ഛൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റില്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ അനുഭവം ഇടവകയിൽ ഉണ്ടാവുമെന്ന് വെച്ചാൽ അറിയില്ല, എനിക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റില്ല അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥിക്കും, ഒന്ന് കുമ്പസാരിക്കണം. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നാളെ കുമ്പസാരിക്കാം, നാളെ കുമ്പസാരിക്കാം. തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവന് വിട്ടു. അവൻ കണ്ണുനീരോട് കൂടിയിട്ട് പിറ്റേ ദിവസം അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു. എൻ്റെ അടുത്തല്ല, ഞാൻ വേറെ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാനായിട്ട് കൊണ്ടുവന്നു. അച്ഛൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് കുമ്പസാരിക്കട്ടെ, അവൻ കുമ്പസാരിച്ചു. എൻ്റെ സഹോദരങ്ങളെ, കെവിനെ, എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ദൈവം കൂടെയുണ്ട് നമ്മുടെ ഇങ്ങനത്തെ ശുശ്രൂഷ ചെയ്യുമ്പോൾ. ഞാൻ മാറില്ല, എൻ്റെ അപ്പനും അമ്മേനെയൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ നോക്കുള്ളൂ എന്ന് വിചാരിക്കുന്നിടത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. അത് ഈ മകനിൽ ഞാൻ കണ്ട്. അവനെല്ലാ ആഴ്ചയും ഞായറാഴ്ചകളിലും കൊറോണ വന്ന് വരാൻ പറ്റാത്തൊരവസ്ഥ വരുന്നിടത്തോളം അവൻ വരുമായിരുന്നു. അവൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ നെസ്റ്റിൻ്റെ ആൾത്താരയുടെ മുമ്പിലേക്ക് എന്നെ തൊട്ടതേ ഓടിയിരിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെയും തൊടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവൻ പോയി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അപ്പയും അമ്മയും വന്നപ്പം ഞാൻ പറയണ അപ്പൻ്റെ അമ്മയുടെ കാലുമ വിട്ട് മാപ്പ് ചോദിക്കണം. അവൻ അമ്മയുടെ കാല് വിട്ടപ്പോൾ അമ്മ അവനെ കെട്ടിപ്പിടിച്ചു. അപ്പൻ്റെ കാല് വിട്ടപ്പോൾ അപ്പന് സംശയക്കാരനും. അപ്പന്മാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, 5 ഇടത്ത് പോയിട്ട് വന്ന ആളാണല്ലോ. പക്ഷേ അടുത്ത പ്രാവശ്യം അവൻ്റെ അപ്പനെയും അമ്മേനെയും കൊണ്ട് അവൻ വന്നു കുർബാനയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അപ്പൻ്റെ മുഖം ഞാൻ നോക്കി, സമാധാനം. ഇവനെ തിരിച്ചു കിട്ടിയല്ലോ, ഈ തെറി കേൾക്കണ്ടല്ലോ. തകർന്നടിഞ്ഞ ജീവിതങ്ങൾക്ക് കരം നൽകുന്ന പ്രേക്ഷിത ശുശ്രൂഷ.
നൊമ്പരപ്പെടുന്ന അനേകർക്ക് സാന്ത്വനം നൽകുന്ന സഭാ ശുശ്രൂഷ. വിമോചകനായ ക്രിസ്തുവിൻ്റെ വിമോചനം അനേകർക്ക് പകർന്നു നൽകുന്ന വിമോചന ശുശ്രൂഷ. അതെ, ടിജോ അച്ഛൻ്റെ ഇത്തരം അനുഭവങ്ങളാണ് നെസ്റ്റ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തെ വർണ്ണാഭമാക്കുന്നത്. അതിനോടിങ്ങനെ ചേർത്ത് വയ്ക്കുകയാണ്, സഭ കൊടുക്കുന്ന വലിയൊരു ആനന്ദമാണ് കുമ്പസാരം കുർബാനയൊക്കെ അല്ലേ. അത് നമുക്ക് മാത്രമുള്ള ഈ പറഞ്ഞ ഭയങ്കര ഒരു ഹീലിംഗ് ആണ് കുമ്പസാരം. അച്ഛൻ്റെ ഈ ഒരു ശുശ്രൂഷ മേഖലയിൽ അച്ഛൻ അത് എവിടെയെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഒരു ഹീലിംഗ് ലഭിക്കുന്ന അനുഭവം അച്ഛനായിരുന്ന സ്ഥലങ്ങളിൽ ധാരാളം ഉണ്ട്. കുമ്പസാരത്തിൽ ഞങ്ങൾക്ക് കുമ്പസാരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാപം കേൾക്കാനുള്ള സന്തോഷം കൊണ്ടല്ല കേട്ടോ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ആരുടെ പാപം മോചിക്കുകയോ മോചിക്കപ്പെട്ടിരിക്കും. അത് എനിക്ക് വേറെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കുമ്പസാരിക്കണം. എനിക്ക് എന്നെ തന്നെ ആശീർവദിക്കാൻ പറ്റില്ല. വേറെ അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ കുമ്പസാരിക്കണം. ഭയങ്കര പൗരോഹിത്യത്തിൻ്റെ രഹസ്യം ശരിക്കും കുമ്പസാരത്തിലാണ്. ഈ ലോകത്ത് നമുക്ക് സാധാരണ മനുഷ്യർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും, പാപമോചനം കൊടുക്കാൻ പറ്റില്ല. അത് ഒരു പുരോഹിതനെ കഴിക്കേ പറ്റുള്ളൂ. അത് മോചിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലും സ്വർഗത്തിലും മോചിക്കപ്പെട്ടിരിക്കും. ഞാൻ കുമ്പസാരിപ്പിക്കാൻ എവിടെ അവസരമാണ് ഞാൻ പോകും. എന്നെ ആര് വിളിച്ചാലും ഞാൻ പോകും, എവിടെയാണെങ്കിലും. ഒരു അത്ഭുതം, കുമ്പസാരത്തിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം എനിക്ക് പറയാനുള്ളത്, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, ഞാൻ വേറൊരു രാജ്യത്ത് പഠിക്കാനായിട്ട് പോയി അവിടെ കുറച്ച് നാൾ ശുശ്രൂഷയൊക്കെ ചെയ്തായിരുന്നു. വേറെ രാജ്യം, അങ്ങ് ദൂരെയാണ്, ഇന്ത്യയിൽ നിന്ന് വളരെ അകലെയാണ്. അവിടെ പോയി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കുമ്പസാരക്കൂട്ടിൽ വലിയൊരു വിഷമം എനിക്കുണ്ടായി. ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ ഉച്ചയ്ക്ക് കുമ്പസാരിപ്പിക്കാനിരിക്കും ആ പള്ളിയിൽ. ഞാനായിരുന്ന പള്ളിയിൽ, ഒരു ഇംഗ്ലീഷ്കാരുടെ പള്ളിയാണ്. ആ പള്ളിയിൽ എൻ്റെ പേരൊക്കെ വെച്ചിട്ടുണ്ട്, ടിജോ ജോയ് മുള്ളക്കര ഉള്ള പേരൊക്കെ വെച്ചിട്ടുണ്ട്. ആ പള്ളിയിൽ ഞാൻ കുമ്പസാരിപ്പിക്കാനായിട്ടിരിക്കും. ഒരു യുവതിയായിട്ടുള്ളൊരു സ്ത്രീ വന്നു. എന്നിട്ട് അവരുടെ കുമ്പസാരിക്കുന്നതിന് മുമ്പ് അതിനോട് ചേർന്ന് അവരൊരു കാര്യം എന്നോട് പറഞ്ഞു. അത് തെറ്റല്ല എന്ന് അവർ പറഞ്ഞു. അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരുമിച്ച് ജീവിക്കുന്നതൊന്നും തെറ്റല്ല. അപ്പം ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ വചനത്തിനെതിരാണെന്ന് പറഞ്ഞു. എതിരാണെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അവർ ചോദ്യം ചോദിക്കും, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത് സ്നേഹമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചോ. ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞ വചനത്തിൽ പറയുന്നുണ്ട്, സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ വരെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നെന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ അടുത്താണ് ആസക്തിയും കാര്യങ്ങളൊക്കെ മൂലം വിവാഹം എന്ന കൂദാശയുടെ ബലമില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നതിനെ പറ്റി പറയണത്. ഞാൻ ഇന്ന് ആലോചിക്കുക, എൻ്റെ കർത്താവ് ഞാൻ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്. ആ സ്ത്രീ, ആ യുവതി, അപ്പോൾ കുമ്പസാരക്കൂടിന് ഡോറൊക്കെ ഉണ്ട്, ഡോറ് വലിച്ച് തുറന്ന് ഉറക്കടച്ച് എന്നെ 2 ചീത്തയൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ ഇറങ്ങിപ്പോവാം. ഞാനിങ്ങനെ കൊന്തം പിടിച്ചിങ്ങനെ ഇരിക്കുക. എൻ്റെ ഈശോയെ, ഒരാത്മാവിനെ ഇനി അവരാരാണെന്ന് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ, വീണ്ടും വാന്ന് പറഞ്ഞ് വിളിക്കാനും പറ്റില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനവിടെ കൊന്തം പിടിച്ചിരിക്കുക. ഈശോ ഈ ആത്മാവിനെ രക്ഷിക്കണേ, ഈശോ ഈ ആത്മാവിനെ രക്ഷിക്കണേ. കുമ്പസാരക്കൂട്ടിൽ നിന്നിട്ട് കണ്ണുനീരോടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അത്രയും വിഷമമുണ്ട്, ഇന്നും ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഈശോയെ, ഒരൊറ്റ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് നല്ല വിഷമമുണ്ട് ഇപ്പോഴും അവർ ഇറങ്ങിപ്പോയത് ആലോചിക്കുമ്പോൾ. പക്ഷെ ഞാൻ അവിടെ നിന്ന് കണ്ണുനീരോടുകൂടി പറഞ്ഞ്, ഈശോയെ ഈ ആത്മാവിനെ രക്ഷിക്കണേ, ഈശോയെ ഈ ആത്മാവിനെ രക്ഷിക്കണേ. അത് കഴിഞ്ഞ് അവിടുത്തെ ശുശ്രൂഷയും കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് പോവാം. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പോകണത് കേട്ടോ. അന്ന് പോയിട്ട് ഈ പള്ളിയിലേക്ക് ഞാൻ വികാരിച്ച് ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നെ കുമ്പസാരിപ്പിക്കാൻ വിളിച്ചു. കാരണം എനിക്ക് കുമ്പസാരം കേൾക്കുന്നത് ഞാൻ ഒരിക്കലും ഡിനൈ ചെയ്യില്ല. അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ വരും എന്ന് അച്ഛനറിയാം. അപ്പോൾ ഒരു ദുഃഖ വെള്ളിയാഴ്ചയാണ് കുമ്പസാരം, ധ്യാനമില്ല എന്ന്. അപ്പോൾ കുമ്പസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പള്ളിയിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ പേരൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല, ഗസ്റ്റ് പ്രീസ്റ്റ് എന്ന് എഴുതി വെച്ചാണ്. ആ കുമ്പസാരക്കൂട്ടിൽ ഞാൻ ഇരുന്നു. ആ കുമ്പസാരക്കൂട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ, ഒരു യുവതി കുമ്പസാരിക്കാൻ വന്നു. അവൾ പറഞ്ഞു, കുമ്പസാരമൊന്നും ഞാൻ പറയണില്ല എന്താണെന്ന്, അത് പറയാൻ പാടില്ലല്ലോ. 2 വർഷം മുമ്പ് ഒരു പുരോഹിതനെ ഞാൻ കുമ്പസാരക്കൂട്ടിൽ വെച്ചിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്, അവഹേളിച്ചിട്ടുണ്ട്. ഇന്ന വിഷയത്തിൻ്റെ പേരിലാണ് അച്ഛനെ ഞാൻ അവഹേളിച്ചതും ഒക്കെ. എനിക്കതിൽ നല്ല വിഷമമുണ്ട്. അച്ഛൻ പറഞ്ഞത് അന്ന് ശരിയായിരുന്നു, കർത്താവിൻ്റെ വചനം അനുസരിക്കേണ്ടതായിരുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമൊക്കെ അനുസരിച്ചത്. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞ് കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു. അപ്പം എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഒഴുകണം കേട്ടോ. കുമ്പസാരക്കൂട്ടിൽ ഞാൻ ഒറ്റ കാര്യം കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ആത്മാവിനെ രക്ഷിക്കണം. അവിടെ 6 അച്ഛന്മാർ കുമ്പസാരിപ്പിക്കാനുണ്ടായിരുന്നു. എൻ്റെ വിചാരം അനുസരിച്ച് 6 അച്ഛന്മാർ.
2 വർഷത്തിന് ശേഷം ആ സ്ത്രീ കുംസാരിക്കാൻ വരുന്നത് ഈ ദുഃഖ വെള്ളിയാഴ്ച വരാൻ, അത് എൻ്റെ അടുത്ത് വന്ന് കുംസാരിക്കാൻ, അത് ഈ പള്ളിയിലേക്ക് തന്നെ വരാൻ എന്താ നിമിത്തമായെന്ന് എനിക്കറിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, മോളെ 2 വർഷം മുമ്പ് നീ കുംസാരിച്ച എൻ്റെ അടുത്തായിരുന്നു, ആ അച്ഛനാണ് ഞാൻ, എല്ലാ പാപങ്ങളും ഞാൻ മോചിക്കുന്നു മോളെ, വിഷമിക്കണ്ട, സാരമില്ല മോളെ, കുഴപ്പമില്ല, ഈശോ ക്ഷമിച്ചു നിന്നോട്, എനിക്ക് യാതൊരു വിഷമവുമില്ല, ഈശോ നിന്നോട് ക്ഷമിച്ചു. എന്നോട് പാപമോചനം കൊടുക്കുന്നത്, കണ്ണുനീരോട് കൂടിയിട്ട് ഞാനൊരു പാപമോചനം നൽകിയത് ആ സ്ത്രീക്ക്. കാരണം ആ സ്ത്രീ വന്ന് കുമ്പസാരിച്ചുകൊണ്ടല്ല, ഈശോ നമ്മളവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് ഈശോ വെറുതെ കളഞ്ഞില്ല എന്നുള്ളതാണ്. ഈശോ വീണ്ടും അത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. നിൻ്റെ പ്രാർത്ഥന കേൾക്കൂടാ ടിജോ, നീ കുംസാരക്കൂട്ടിലിരുന്ന് മോചിച്ചു കഴിഞ്ഞാലും, കുംസാരക്കൂട്ടിൽ നിന്നൊരു പാപിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഞാൻ കേൾക്കൂടാ എന്ന് ഈശോ പറയുന്നത്, അത് ഭയങ്കര ഒരു അനുഭവമാണ് കുംസാരക്കൂട്ടിൽ. ഒരുപാട് അനുഭവങ്ങൾ കുംസാരക്കൂട്ടിലുണ്ട്. അങ്ങനെ അച്ഛൻ പറയുമ്പോഴേ ചില മനുഷ്യരെങ്കിലൊക്കെ ഇതിനെ കോയിൻസിഡൻസ് എന്ന് വിളിക്കും. പക്ഷെ അവരോട് ചോദിക്കാനുള്ളത്, കോയിൻസിഡൻസിന് ഒരു പരിധിയില്ലേ? അല്ലേ, കോയിൻസിഡൻസിന് ഒരു പരിധിയില്ലേ? ഏതോ ഒരു രാജ്യത്ത് തിരിച്ച് 2 വർഷത്തിനപ്പുറം ചെന്ന് കഴിയുമ്പം കുമ്പസരിച്ച അനേകം പേരിൽ ഒരാൾ അതേ അച്ഛൻ്റെ അടുത്ത്, 6 പേരിൽ ഒരാളായ അച്ഛൻ്റെ അടുത്ത് കൃത്യമായിട്ട് അച്ഛൻ ഒരു ദിവസത്തിന് മാത്രം ചെല്ലുമ്പം അവിടെ തന്നെ വന്ന് ഈ കാര്യം പറയാമെന്നൊക്കെ പറയുമ്പോൾ കോയിൻസിഡൻസിന് ഒരു പരിധിയില്ലേ? അല്ലേ, അത്രയും അതിനേക്കാളൊക്കെ അപ്പുറത്ത് സഭയിൽ തമ്പുരാൻ നൽകുന്ന വലിയ അനുഗ്രഹമാണ് കുമ്പസാരെന്ന് അച്ഛൻ്റെ വാക്കുകളിലുണ്ട്. അച്ഛൻ നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് വരികയാണ്. അച്ഛനായിരിക്കുന്ന മേഖലയിൽ വലിയ ശക്തി ആവശ്യമുണ്ട്, പ്രാർത്ഥനയുടെ വലിയ ശക്തി ആവശ്യമുണ്ട്. എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ അച്ഛൻ ഈ ശക്തി സ്വീകരിക്കുന്നത്? ശരിക്കും ഒരു പുരോഹിതൻ്റെ, ഞാൻ പുരോഹിതനായിട്ട് 14 വർഷമായി, ഒരിക്കലും ഇളകാത്ത ഒരു കാര്യമുണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാതെ വിശുദ്ധ കുർബാനയാണെന്ന്. ബാക്കി എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കർത്താവെ എന്നെ രക്ഷിക്കണേ എന്ന് പറയണം. പക്ഷെ വിശുദ്ധ കുർബാനയുടെ ആചരണത്തിലും, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിലും, വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുന്നതിലും ദൈവം ഒരിക്കലും വീഴാൻ എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ കർത്താവിനോട് നന്ദി പറയാം. ഒരു പ്രാവശ്യം പോലും വിശുദ്ധ ബലി തോന്നി പോലെ ഞാൻ അർപ്പിച്ചിട്ടില്ല. ഒരൊറ്റ പ്രാവശ്യം പോലും എനിക്ക് പറ്റില്ല. ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും, പാപമാണ് ചെയ്തിട്ടുള്ളെങ്കിലും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്നിട്ട്, ആൾത്താരുടെ മുമ്പിൽ വന്നിട്ട് ഒരു 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 തരത്തിലും ഈശോയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ബലിയർപ്പിച്ചിട്ടില്ല. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എനിക്ക് വിശുദ്ധ കുർബാനയോട് ദൈവം ഭയങ്കര സ്നേഹം തന്നിട്ടുള്ളത്. ഈശോയോട് നന്ദി പറയുകയാണ് ഞാൻ. അത് വലിയ അത്ഭുതമൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ് വിശുദ്ധ കുർബാനയോട് ഇത്രയും ഭക്തി ദൈവം എനിക്ക്, സ്നേഹം ദൈവം എനിക്ക് തന്നുള്ളത്. ഇനി നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ബലിയർപ്പിച്ച്, ഞാൻ കുർബാനയുടെ മുമ്പിൽ, ആരാധനയുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നതിനേക്കാൾ ഞാൻ ബലിയർപ്പണത്തിന് പ്രാധാന്യം കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് പറയാം. ഞാൻ ബലിയർപ്പണത്തിൽ ഈശോയുടെ കാൽവരിയുടെ പുനരവതരണമാണ്. ഞാൻ വിചാരിക്കുക, പിതാവ് ആരെ സ്വീകരിക്കുക? പുത്രനെ സ്വീകരിക്കുക. പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിതം മുഴുവൻ അർപ്പിച്ച, കുരിശിൽ എല്ലാവരാലും പരിത്യക്തനായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി മരിച്ച ഈശോ, ആ ഈശോനെ പിതാവ് സ്വീകരിക്കുക. ശരിക്കും ഒരു അച്ഛനും ഒരു അൽമായനും ഈശോയുടെ മണം കിട്ടുന്നത്, പിതാവ് സ്വർഗത്തിലേക്ക് കയറ്റുമ്പോൾ നോക്കും അവന് പുത്രൻ്റെ മണമുണ്ടോ, പുത്രൻ്റെ രൂപമുണ്ടോ. അത് തരുന്ന സ്ഥലമാണ് വിശുദ്ധ ബലി അർപ്പണം. ആ അർപ്പണത്തിലാണ് ശരിക്കും സംഭവിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ആരാധന. അപ്പോൾ അർപ്പണം വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നു. സഭ അങ്ങനെ തന്നെ കരുതുന്നു. അത് ഭയങ്കര ശക്തിയാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ നിന്നാണ് അച്ഛൻ ശക്തി സ്വീകരിക്കുന്നത്, ആയിരിക്കുന്ന എല്ലാ മേഖലയിലേക്ക് അച്ഛൻ ശക്തി സ്വീകരിക്കുന്നത്. പേര് ചൊല്ലി വിളിച്ചവരെ കൃപയാൽ അഭിഷേകം ചെയ്യുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തലോടൽ, കർത്താവിൻ്റെ ബലിയിൽ നിന്നും സ്വീകരിക്കുന്ന ചൈതന്യം അനേകം കണ്ണീരണിഞ്ഞ മക്കൾക്കായി പകർന്നു നൽകുന്ന വൈദിക അഭിഷേകം. ഇത്തരം വൈദികർ വഴി ദൈവം നമുക്കിടയിൽ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൻ്റെ നന്മകൾക്ക് ദൈവസന്നിധിയിൽ നന്ദി. അച്ഛാ, ഈ നെസ്റ്റിലായിരിക്കുമ്പം, ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെയൊക്കെ ആയിരിക്കുമ്പം
പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പല തരത്തിൽ ചിലർ വയലൻ്റ് ആകാം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇരിക്കുമ്പം എങ്ങനെയാണ് ഈ ഒരു വൈദിക ജീവിതാന്തസ് അല്ലെങ്കിൽ ഒരു വൈദികൻ എന്ന പരിവേഷം അച്ഛന് മുതൽക്കൂട്ടാവുന്നത്? ഒരു ഡോക്ടർ, ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ വൈദികൻ്റെ ജീവിതം അച്ഛന് ഇതിനെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഒരു മകൻ അവൻ്റെ വീടിൻ്റെ ജനൽ ചില്ലകൾ മുഴുവൻ തകർത്ത്, വീട്ടിലെ പാത്രങ്ങൾ മുഴുവൻ പൊട്ടിച്ച്, അല്ലാത്ത പാത്രങ്ങളെല്ലാം പുറത്തേക്ക് എറിഞ്ഞ്, അവൻ്റെ ഭാര്യേനെ അവൻ്റെ കാറിലിരുത്തി മതിലുമ കൊണ്ട് ഇടിപ്പിച്ച് രണ്ടുപേരും മരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ആയിട്ടൊരു മകൻ അവൻ ബസ് ഓടിക്കുന്ന സമയത്ത് ഹാൻഡ്സ് വെച്ച് ബസ് കൊണ്ടിടിച്ചാലോ അങ്ങനെ മരിച്ചാലോ എന്ന് ആലോചിച്ചൊരു മകൻ നെസ്റ്റിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പാണ് കേട്ടോ അവൻ നെസ്റ്റിലേക്ക് വന്നേക്കാം. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവൻ ഭാര്യേനെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ കൊണ്ടുപോകണം നെസ്റ്റിൽ നിന്ന്. ഇതാണ് അവൻ ഭാര്യയുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഭാര്യ വന്നേക്കാണ് നെസ്റ്റിലേക്ക്. അവളെ ഞാനായിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, മോളെ നീ പൊക്കോ, കാരണം ഇത്രയും നാൾ നിൻ്റെ ദേഷ്യം മുഴുവൻ, അവൻ്റെ ദേഷ്യം മുഴുവൻ നിൻ്റെ അടുത്താണ് അവൻ പ്രകടിപ്പിച്ചിരുന്നത്. ഇനി കുറച്ച് ഞങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കട്ടെ, നീ പൊക്കോ. അപ്പോൾ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കർത്താവിൻ്റെ അടുത്ത്, എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്. ഈ ഒരു ഡിസൈൻമെൻറ്റ് ഒരു പുരോഹിതൻ്റെ ഡിസൈൻമെൻറ്റാണ്. എന്നോട് സൈക്കോളജിസ്റ്റ് പറഞ്ഞു, അച്ഛാ അവനെ വിട്ടോ. കർത്താവ് പറയുന്നതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നു, അവനെ വിടണ്ട, അവൻ്റെ ദേഷ്യം നിൻ്റെ അടുത്തേക്ക് വന്നോട്ടെ. അപ്പം നിൻ്റെ മുമ്പിൽ ഒരു സയൻസ് ഉണ്ട്, കാരണം നെക്സ്റ്റ് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ സൈക്കോളജിയും സൈക്കാട്രിയും ഒക്കെ പറയുന്നുണ്ട് ഒരു വശത്ത്, വേറൊരു വശത്ത് കർത്താവ് പറയുന്നുണ്ട്, നീ ഏത് തിരഞ്ഞെടുക്കും? ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ പൊക്കോ. അത് പറയുന്ന ഒരു വൈദികനാണ്. അവൾ പോകുന്നത് മുകളിൽ നിന്ന് നെസ്റ്റിൻ്റെ അവർ കിടക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്നിട്ട് ഇവൻ കാണാം. ഇവന് ഊളിയിട്ട് അവളുടെ അടുത്ത്, നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യൂടി, നിന്നെ ഞാൻ ശരിയാക്കൂടി എന്ന് പറഞ്ഞിട്ട് അവൻ മുകളിൽ നിന്ന് ഊളിയിടാണ്. ആ ഊളിയിടൽ അവൻ അവസാനിപ്പിക്കുന്നില്ല, കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നെസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു മകനിരുന്ന് ഊളിയിടാണ്, ചുറ്റും ആൾക്കാരെന്ത് വിചാരിക്കുന്നു നമ്മൾ ചിന്തിക്കില്ലേ. അവസാനം എന്നോട് സൈക്കോളജിസ്റ്റ് പറഞ്ഞു, അച്ഛാ അവൻ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയാണ്, സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള മോനാണ്, എന്തും സംഭവിക്കാം. നമ്മളൊരു ക്രൈസിസിലായി. ഞാൻ പറഞ്ഞു, ഈശോയെ നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ മോളെ വിട്ടത്. നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് സൈക്കോളജിസ്റ്റ് പറഞ്ഞതനുസരിച്ച് അവനെ വിടാമായിരുന്നു, നമുക്കൊരു പ്രശ്നമില്ല. ഇത് ഭയങ്കര ചാലഞ്ചിങ് ആയി. ഞാൻ അവൻ്റെ അടുത്തേക്ക് മുകളിലേക്ക് ചെന്നപ്പോൾ അവൻ ബഹളടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇരിക്കണമെന്ന് പറഞ്ഞു. ആദ്യം ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ഇരിക്കുന്നില്ല. ഞാൻ അവസാനം മറ്റേ ഒരു സിനിമയിൽ തിലകം പറയുന്നില്ലേ, കത്തി താഴെ ഇടാന്നൊക്കെ പറയില്ല, എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയായി എനിക്ക്. ഞാൻ ഉള്ളിൽ പറഞ്ഞു, ഈശോയെ ഇവനിരിക്കണം ഈശോയെ, അല്ലെങ്കിൽ പറഞ്ഞു ഇരിക്കടാ എന്ന് പറഞ്ഞു. അവനവിടെ ഇരുന്നു. അത് വേറൊരാൾ പറഞ്ഞിട്ട് നടന്നിട്ടില്ല. എല്ലാവരും, എനിക്ക് മുമ്പ് കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും എല്ലാവരും പോയിരുന്നു. അവന് ഇരുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇരുന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എന്താ നിനക്ക് വേണ്ട മോനെ? 1 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. അവൻ്റെ മറുപടി 1 മണിക്കൂറും ഈ ഒരു മറുപടി അവൻ പറഞ്ഞത് ഒറ്റ കാര്യം, എനിക്ക് വീട്ടിൽ പോകണം, വീടിൻ്റെ തിണ്ണൽ കിടന്നുറങ്ങണം, എനിക്ക് വീട്ടിൻ്റെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, അങ്ങനെ അതിൻ്റെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യണം. ഇതാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത് 1 മണിക്കൂർ. നമ്മളിത് മാത്രം കേട്ടുകൊണ്ടിരിക്കുക, വേറെ ഒന്നുമില്ല. ഞാനത് അവസാനം എനിക്ക് തോന്നി, കർത്താവ് കഴിഞ്ഞ് രക്ഷയൊന്നുമില്ല. താഴേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ സൈക്കോളജിസ്റ്റ് എൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങി. അവൻ പറഞ്ഞു, അച്ഛാ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, കാരണം അവൻ രക്ഷയില്ല അച്ഛാ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറത്തൊരു പള്ളിയുണ്ട് നെസ്റ്റിൻ്റെ, ആ പള്ളിയുടെ അവിടെ നിന്നിട്ട് ഒരു രൂപമുണ്ട് അവിടെ, ഈശോനെ നോക്കിയിട്ട് പറഞ്ഞു, ഈശോയെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവനെ ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൈവച്ചു. എന്നിട്ട് ഞാൻ കുർബാനയുടെ അവിടേക്ക് പോയി. ഒരു വട്ടച്ചാപ്പലുണ്ട്. ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഈ ബഹളം സാധനങ്ങളെല്ലാം കാമായി. അവൻ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞേക്കാം, എനിക്ക് അച്ഛനൊന്ന് കാണണം, അച്ഛനോട് മാപ്പ് ചോദിക്കണം. എന്താ സംഭവിച്ചത് ആർക്കും അറിയില്ല. അവരുടെ സൈക്കോളജിസ്റ്റ്, അവൻ ഭയങ്കര വിശ്വാസിയാണ് ഞങ്ങളുടെ സൈക്കോളജിസ്റ്റ്. അവൻ പറയാ, അച്ഛൻ അവിടെ നിന്നിട്ട് ഈശോയെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അവനെ ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയം അവൻ്റെ കെട്ടുകളെല്ലാം പൊട്ടിപ്പോയി അച്ഛോ. എന്നിട്ട് അവൻ എൻ്റെ കാല് പിടിക്കാൻ വേണ്ടി, അപ്പം ഞാൻ നേഴ്സിനോട് പറഞ്ഞു, ഇല്ല നാളെ എന്നെ കണ്ടാൽ മതി. അതും ഈശോ പറയണത്. ഉള്ളിൽ ഞാൻ ചോദിക്കും, എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, അവനിപ്പോൾ തന്നെ അവൻ മാപ്പ് ചോദിച്ചോട്ടെ എന്ന് ആഗ്രഹമുണ്ട് എൻ്റെ അടുത്ത്.
ഈശോ പറഞ്ഞു വേണ്ട നാളെ. അപ്പം ഞാനപ്പോൾ അവനോട് പറഞ്ഞു നിന്നെ നാളെ കാണാം, നീ ഇപ്പോൾ ഉറങ്ങാനുള്ള മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാൻ പറഞ്ഞു. അവൻ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞവൻ ഓടി വന്നിട്ട് എൻ്റെ കാലും മുഴുവൻ, എനിക്ക് കാലും മുഴുവൻ ഇഷ്ടമില്ല. ഞാൻ പറയും ഒരാളുടെ കാലും മാത്രമേ നിങ്ങൾ വീഴാൻ പാടുള്ളൂ എന്ന് പറയും നെക്സ്റ്റിൽ. നിനക്ക് വേണ്ടി മരിച്ചത് ഞാനല്ല, ഈശോയുടെ കാലും മാത്രം വീണാൽ മതി. ലോകത്തൊരാളുടെ കാലുമേ നമ്മൾ വീഴരുത്, ഈശോയുടെ മാത്രം വീണാൽ മതി. പക്ഷെ അവന്ന് കാലുമ വീണു. ഞാനെ പൊക്കി ക്ഷമിക്കച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചോനെ. ഞാൻ സാരില്ലടാ പോട്ടടാ, ഈശോ പോട്ടടാ സാരില്ല. കെവിനെ അവൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ, അവൻ ഇന്നുവരെ കുടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഓണം വന്നത്, 2020 ഓണം. അവൻ്റെ ഭാര്യ എന്നെ വിളിച്ചു. അത് പറഞ്ഞേ കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി. ആദ്യമായിട്ടാണ് അച്ചോ, അവർ ഹിന്ദു ഫാമിലിയാണ്, ആദ്യമായിട്ടാണ് അച്ചോ ഒരു ഓണം ഞങ്ങൾ ഒരുമിച്ചിരുന്നുണ്ടാണത്. അത് കഴിഞ്ഞിട്ട് ഈ ഓണത്തിന്, കഴിഞ്ഞ ഓണം ഉണ്ടല്ലോ 2021 ഓണത്തിന്, അവനും അവളും കൂടി വിളിച്ചേക്ക, അച്ഛാ ഞങ്ങൾ ഓണാഘോഷിച്ചുട്ടാ. അച്ഛനെ ഓർത്തു, അച്ഛൻ കാരണം ഇത് 2ാമത്തെ ഓണം ഞങ്ങളുടെ. അപ്പോൾ ഈശോ പ്രവർത്തിക്കുന്നതാണത്. ഇതിൽ ഒരു വൈദികൻ്റെ റോൾ എന്താണെന്നൊക്കെ അവൻ ചോദിച്ചില്ലേ, ഒരൊറ്റ ബ്ലെസ്സിങ്ങാണ് വൈദികൻ്റെ റോള്. അവിടെ പൊട്ടണതൊക്കെ പൊട്ടും, കെട്ടപ്പെടണമെല്ലാം കെട്ടപ്പെടും. നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കും. അത് സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ ഒരു ഡോക്ടർക്കോ ചെയ്യാൻ പറ്റില്ല. ഡോക്ടർക്കും സൈക്കാട്രിസ്റ്റിനും ചെയ്യുന്ന അവർ ചെയ്യണം, അത് വൈദികന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വൈദികന് ഇത് ചെയ്യാം. അച്ഛൻ്റെ വാക്കുകളിലെല്ലാം ഈ 2 എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത് മുഴുവൻ ഇത് വലിയൊരു ചലഞ്ചിങ് ഫേസാണ് അല്ലേ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സങ്കീർണതകളുണ്ട്. ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതിനും അപ്പുറത്ത് അച്ഛനെ അഭിവന്ധ്യ പിതാക്കന്മാരോ മേലധികാരികളോ ഒക്കെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ എന്തായിരിക്കും മറുപടി? തീർച്ചയായിട്ടും ഇത്ര നാൾ എന്ത് മറുപടിയാണോ പറഞ്ഞത്, ഇപ്പോൾ ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോട് പറഞ്ഞ പോലെ നമ്മളെന്താണ് പറയേണ്ടത് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായി കരുതി മുന്നോട്ട് പോവുകയും ചെയ്യും. എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു വചനമുണ്ട്. അത് ഞാൻ എൻ്റെ പട്ടം കിട്ടി കാർഡിൽ അടിച്ചു വെച്ചതാണ്. അത് ജോബിൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വചനമാണ്. കർത്താവിൻ്റെ സൗഹൃദം എന്നും എൻ്റെ കൂടാരത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ഉത്തരവാദിത്വം ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2ാമത്തെ ഒരു കാര്യമാണ്. 1-ാമത്തെ കാര്യം ദൈവത്തിൻ്റെ കൃപ അതിൻ്റെ മുകളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി, കർത്താവ് അതെനിക്ക് ബോധ്യമാക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ കൃപയാണ് 1-ാമത്തെ കാര്യം. അതുള്ളിടത്തോളം കാലം ഏത് ഉത്തരവാദിത്തമാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമാവില്ല, ധൈര്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മാതാവ് പറഞ്ഞ പോലെയാണ്, ഒന്നും അറിയത്തില്ലായിരുന്നു മാതാവിന്, എന്നാലും മാതാവ് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. അതുപോലെ തന്നെ എന്താണോ മേലധികാരികൾ പറയുന്നത്, നിങ്ങളുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഇത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ആഗ്രഹിക്കുന്ന ഒറ്റയ്ക്കൊരു ചോദ്യം. ഏകദേശം 1.5 പതിറ്റാണ്ടോളമാകുന്നു ഈ വിശുദ്ധ വസ്ത്രത്തിനുള്ളിൽ വൈദിക ജീവിതം ആരംഭിച്ചിട്ട്, കുർബാന അർപ്പിക്കാൻ തുടങ്ങിയിട്ട്. തിരിഞ്ഞൊന്ന് നോക്കുമ്പോഴേക്കും എത്രമാത്രം സന്തോഷവാനാണ്, ഞാൻ സന്തോഷം എന്ന വാക്ക് പിൻവലിക്കുന്നു, എത്രമാത്രം ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഈ വൈദിക ജീവിതത്തിൽ. വലിയ ആനന്ദം, ദൈവം തരുന്നതെല്ലാം വലുതാണ്. വലിയ ആനന്ദമാണ് പൗരോഹിത്യം, വലിയ ആനന്ദമാണ്. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം ദൈവം എനിക്ക് തരാനില്ല. കാരണം ദൈവത്തിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കാനും അത് പങ്കുവയ്ക്കാനും ഒരു വൈദികനോളം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല എന്ന് തന്നെ കരുതുന്നു. പാപമോചനവും അതുപോലെ തന്നെ. അപ്പോൾ ആനന്ദത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛനിത് വീണ്ടും ഒരു ജന്മം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൗരോഹിത്യം തന്നെ തിരഞ്ഞെടുക്കുമോ എന്നാണ്. നമ്മൾ ശരിക്കും ആനന്ദം ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ തിരഞ്ഞെടുക്കും അല്ലേ. പക്ഷേ ദൈവം വിളിക്കുകയാണെങ്കിൽ, ദൈവം എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഞാൻ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ, അങ്ങനെ ഇല്ല, ഇനി കർത്താവിൻ്റെ അടുത്താണ് നമ്മുടെ ജീവിതം, നമ്മുടെ മരണശേഷം. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവ് എന്നെ വിളിക്കുകയാണെങ്കിൽ ഒരു സംശയവും കൂടാതെ ഞാൻ പൗരോഹിത്യത്തിനോട് യെസ് പറയാൻ എനിക്ക് നിറഞ്ഞ മനസ്സാണ്. നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഞാൻ യെസ് പറയും. പൗരോഹിത്യം അത്രയും ആനന്ദമുള്ള ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യം. അതിന്നും ഞാൻ അനുഭവിക്കുന്നു, ഇന്നും അതിൻ്റെ ഭാഗ്യം ഞാൻ അനുഭവിക്കുന്നു. അമ്മ പറഞ്ഞതുപോലെ, പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, എൻ്റെ ചിത്തം എൻ്റെ കർത്താവായ ദൈവത്തിൽ ആനന്ദിക്കുന്നു.
ആ ആനന്ദം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ അച്ഛാ. കാരണം പൗരോഹിത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മുഖമാണ്, ക്രിസ്തുവിൻ്റെ മണമാണ്, ക്രിസ്തുവാണ്. പുരോഹിതൻ ക്രിസ്തുവാണ്. കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഈശോയായി മാറാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ട ആളാണ് ടീച്ചർ. അച്ഛൻ ഉൾപ്പെടുന്ന വൈദികരുടെ സമൂഹത്തിൽപ്പെട്ട എല്ലാവരും അച്ഛനെ എല്ലാ ഭാവങ്ങളും നേരുകയാണ്. പ്രത്യേകിച്ച് നെസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഈ ഒരു ഡീറ്റെയിൽ സെൻ്റർ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേരുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നെസ്റ്റ് ആരംഭിച്ച ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛൻ, പക്ഷെ അതിനെല്ലാ അനുഗ്രഹവും ആശീർവാദം കൊടുത്ത് അനുഗ്രഹിച്ച തൂങ്കുഴി പിതാവ്, ഇന്നും തൂങ്കുഴി പിതാവിന് ശേഷം ആൻഡ്രൂസ് പിതാവ് വലിയ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി നെസ്റ്റിനെ കാണുന്നു. അവരുടെയൊക്കെ വലിയൊരു സ്വപ്നമാണ് മദ്യവും മയക്കുമരുന്നും അങ്ങനെ പെട്ടുപോയ മക്കളെയൊക്കെ പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥലം. ആ സ്വപ്നം പൂർത്തീകരിക്കാനായിട്ട് കെവിൻ പ്രാർത്ഥിക്കണം. അതുപോലെ സഹോദരങ്ങൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളും പ്രാർത്ഥിക്കണം. നമുക്കൊരുമിച്ച് വലിയ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ധാരാളം മക്കൾ അച്ഛനാവാനും സിസ്റ്ററാവാനും ദൈവം വിളിക്കുന്നുണ്ട്. ധാരാളം പേര്. മക്കളെ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം. ഒരു പേടിയും പേടിക്കേണ്ട. കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഉള്ളം കയ്യിൽ പരിപാലിച്ചുകൊള്ളും. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും പൗലോസ്ലീഹ പറയുന്ന പോലെയാണ്, എന്തൊക്കെയുണ്ടെങ്കിലും ഉയരത്തിനോ ആഴത്തിനോ നഗ്നതയ്ക്കോ വാളിനോ ആപത്തിനോ ഒന്നിനും എൻ്റെ കർത്താവുമായുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താൻ സാധിക്കില്ല. പുരോഹിതന് സിസ്റ്റർക്ക് ധൈര്യമായിട്ട് പറയാം, ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. ഉറപ്പായിട്ടും വെച്ചാൽ ഒത്തിരി സന്തോഷം. ഞാൻ ഓർക്കുമായിരുന്നു, ഒരു തുറന്നിട്ട വാതിലുണ്ട് ഈ നെസ്റ്റിന്. ഏത് പാതിരാത്രിയിലും ഏത് അഡിക്ഷനിൽപ്പെട്ട ആൾക്കും ധൈര്യമായി കടന്നു വരാനായിട്ട്. അത് നമ്മുടെ സഭ കൊടുക്കുന്ന വലിയൊരു തുറവിയാണ് എന്ന് പറയുകയായിരുന്നു. ഒപ്പം അച്ഛൻ്റെ വൈദിക ജീവിതത്തിന് എല്ലാ ഭാവങ്ങളും നേരുകയാണ്. വിശുദ്ധനായ വൈദികനായിട്ട് അനേകം മക്കൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ സാധിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ ഓരോ വിശുദ്ധ ബലിയിലും അച്ഛൻ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു അച്ഛാ. താങ്ക് യു സോ മച്ച്. നന്ദി. സുവിശേഷത്തിൻ്റെ ചൂടും വെളിച്ചവും ഇതാ ഇത്തരം വൈദികരിൽ പ്രശോഭിക്കുന്നു. ഇവർ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളിൽ ദൈവം ഇനിയും കൃപകൾ സമൃദ്ധമായി വർഷിക്കട്ടെ. ആ കൃപകൾ വഴി തിരുസഭയുടെ മുഖം കൂടുതൽ പ്രശോഭിക്കട്ടെ. വിളവുകൾ നിറയുന്ന സുവിശേഷ വയലുകളിൽ നിന്നും ഈ ഗാനം കാഹളമായി മുഴങ്ങട്ടെ. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.